ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ റീന. നമ്മളിന്ന് ഓണത്തിന് ഉണ്ടാക്കുന്ന ഒരു വിഭവമായ ശർക്കര ഉപ്പേരി അല്ലെങ്കിൽ ശർക്കര വരട്ടി, രണ്ടും പറയും കേട്ടോ. ആ ഒരു വിഭവമായിട്ട് കേട്ടോ വന്നിട്ടുള്ളത്. നമുക്ക് ഓണത്തിന് എന്തായാലും സദ്യയുടെ കൂടെ ഇലയിൽ വിളമ്പാൻ വേണ്ടിയിട്ടുള്ളൊരു വിഭവമാണ് നമ്മൾ ശർക്കര ഉപ്പേരി. അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. ഇത് നമ്മൾ ശർക്കരപ്പേരിയും വറുത്തുപ്പേരിയാണ് സ്പെഷ്യലായിട്ട് നമ്മൾ ഇലയിലേക്ക് വിളമ്പാൻ വേണ്ടിയിട്ട് ഈ ഓണക്കാലത്ത് ഉണ്ടാക്കി വയ്ക്കുന്ന ഒരു ഐറ്റം. നമുക്കിത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്നൊക്കെ നോക്കാം. ഇത് നമ്മളെ കുട്ടികൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതാണ്. അവർ ബാക്കിയെല്ലാം കഴിഞ്ഞിട്ടും നമ്മൾ ശർക്കരപ്പേരിയും വറുത്തുപ്പേരിയും ഉണ്ടെങ്കിൽ അത് ഇലയിൽ നിന്ന് കയ്യിലെടുത്ത് പിടിച്ചിട്ട് പോകുന്നതാണ് അല്ലേ, കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്കിത് ഉണ്ടാക്കി നോക്കിയാലോ. ഈ ശർക്കരപ്പേരി തയ്യാറാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് നല്ല മൂത്ത് വിളഞ്ഞ നല്ല നാടൻ നേന്ത്രക്കായ തന്നെ വേണം കേട്ടോ. അപ്പോൾ ആ നേന്ത്രക്കായ നമുക്ക് കീറി നോക്കിക്കഴിഞ്ഞാൽ അത് നല്ല ഒരു പിങ്ക് ഷെയ്ഡായിരിക്കും. നമ്മൾ അങ്ങനത്തെ ഒരു കായ എടുത്തിട്ട് നമ്മൾ കട്ട് ചെയ്തിട്ട് ഇതുപോലെ ഒരു കായയുടെ നേർ പകുതി ഇങ്ങനെ കീറി എടുത്തിട്ട് നടു കട്ട് ചെയ്തിട്ട് ഈ ഒരു ഷേപ്പിൽ ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇങ്ങനെ നല്ല മൂത്ത കായായിട്ട് നമുക്ക് വറുത്തുപ്പേരി ഉണ്ടാക്കിയാൽ മാത്രമാണ് ആ ഒരു നല്ല ഉള്ളൊക്കെ നല്ല ഒരു കഴിക്കാനുള്ള ആ ഒരു ടേസ്റ്റും കാര്യങ്ങളൊക്കെ കിട്ടുള്ളൂ. അല്ലെങ്കിൽ അതിങ്ങനെ കല്ലിച്ച പോലെയുള്ളൊരു കായായിരിക്കും വറുത്ത് കഴിഞ്ഞാൽ ഉണ്ടാവുക. അപ്പോൾ ഞാൻ ഈ കായ ഇതാ ഓരോന്നായിട്ട് ഞാൻ ഈ ഒരു രീതിയിൽ കട്ട് ചെയ്തിടുന്നുണ്ട് കേട്ടോ. നമ്മൾ ആദ്യം തന്നെ ഒരു കായ നന്നായിട്ട് തൊലി കളഞ്ഞ് ഞാനിത് മഞ്ഞൾപ്പൊടിയുടെ വെള്ളമോ ഉപ്പ് അങ്ങനെ ഒന്നും ഇട്ടിട്ട് കഴുകി തുടച്ചൊന്നും എടുക്കണില്ല. നമ്മളത് നേരിട്ടിട്ട് തന്നെയാണ് തൊലി കളഞ്ഞ് നേരിട്ടിട്ട് കട്ട് ചെയ്തിടുകയാണ് കേട്ടോ. അപ്പം ഞാനിത് കാണിച്ചു തരാം. ഒരു കായ എടുത്തിട്ട് അതിന് നേരെ നടു കീറി പിന്നീട് കഷ്ണങ്ങളാക്കിയിട്ട് ഇങ്ങനെ ഒരു അത്യാവശ്യം കനയുള്ള കഷ്ണങ്ങൾ വേണം കേട്ടോ, എന്നാലേ നമുക്ക് ശർക്കരപ്പേരിക്കുള്ള ഒരു ഷേപ്പും കാര്യങ്ങളും കനമൊക്കെ കിട്ടുള്ളൂ. അപ്പോൾ ഈ ഒരു രീതിക്ക് നമ്മൾ അരിഞ്ഞിടാം. ഞാനിപ്പോൾ ഇതിലൊരു 10 കായോളം ആണ് ശർക്കരപ്പേരിക്ക് എടുത്തിട്ടുള്ളത് കേട്ടോ. എന്നാൽ തന്നെ നമുക്ക് അത്യാവശ്യം നല്ലോണം ശർക്കരപ്പേരി ഉണ്ടാക്കാനുള്ള കായ ഉണ്ട് അതിൽ. അപ്പോൾ ഞാനൊരു 10 കായ ഇതുപോലെ നടു കീറി കഷ്ണാക്കിയിട്ട് ഇട്ട് വയ്ക്കുന്നുണ്ട്. ഇത് കണ്ടോ, ഞാൻ ഈ കായകളൊക്കെ അത് ഒരേപോലെ കഷ്ണങ്ങളാക്കിയിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിനി ഇത് വറുക്കാൻ വേണ്ടിയിട്ടുള്ള ചട്ടിയിലേക്ക് നമുക്ക് ഇടാം. ഇത് ഇടുന്ന സമയത്ത് നമ്മൾ കയ്യിൽ നേരെ ഇങ്ങനെ ഇടുന്ന സമയത്ത് നമ്മളെ കയ്യിലേക്ക് എണ്ണ തെറിക്കും. അപ്പം എപ്പോഴും നല്ലത് നല്ലൊരു കോരികയിലേക്ക് ഇത് വാരി വെച്ചിട്ട് അതുപോലെ വാരി വെച്ചിട്ട് നമുക്ക് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുക. അതാകുമ്പോൾ നമുക്ക് കയ്യിലേക്ക് എണ്ണയൊന്നും തെറിക്കില്ല. ഇത് നമുക്ക് വറുത്തുപ്പേരി, അതുപോലെ തന്നെ മധുര ചിപ്സ്, പിന്നെ സ്പൈസി ആയിട്ടുള്ള ചിപ്സ്, അങ്ങനെ എല്ലാതും ഞാൻ ഈ ഒരു കൊല കായ തന്നെയാണ് കേട്ടോ ഉണ്ടാക്കിയത്. ഞാൻ വാങ്ങിച്ച കായയുടെ വെയിറ്റ് 8 കിലോനുണ്ടായിരുന്നു പച്ചക്കായ. അപ്പം അതിൽ തന്നെ നമുക്ക് ഈ 3-4 ഐറ്റം ഉണ്ടാക്കി വെച്ചു കേട്ടോ. അപ്പം ഞാനിത് എണ്ണയിലേക്ക് ഇട്ടിട്ട് ഇടുന്ന സമയത്ത് നല്ല ചൂടുണ്ടായിക്കോട്ടെ. അത് കഴിഞ്ഞാൽ നമുക്ക് ഒരു കുറഞ്ഞ ചൂടിലിട്ടിട്ട് വേണം കേട്ടോ ഈ ശർക്കരപ്പേരിക്കുള്ള ഈ കായ വറുത്തെടുക്കാൻ. ഈ കായ നന്നായിട്ട് ഒരുവിധം മൂത്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഞാൻ ആ ഫസ്റ്റിൽ വറുത്ത് വെച്ച കായല്ലേ, അതും കൂടി ഞാൻ വീണ്ടും ഇതിലേക്ക് ഇട്ട് കൊടുത്തു. ഇനി ഇതൊന്നും ഇതിൽ തന്നെ കിടന്നിട്ട് നന്നായിട്ട് മൂത്തോട്ടെ. അപ്പം ഇനി നമുക്ക് ശർക്കരയുടെ പാവൊന്ന് ഒരു നൂല് പരുവാക്കി എടുക്കാം കേട്ടോ. ഞാൻ ഈ ഉരുളി എടുത്തിട്ട് നേരെ അടുപ്പിലേക്ക് മാറ്റി വെച്ചിട്ട് ഇതിൽ നമുക്ക് ശർക്കരയുടെ പാവ് കറക്റ്റ് ആ ഒരു പരുവാക്കി എടുക്കാം. എന്നിട്ട് ആ കായ നന്നായി മൂത്ത് കഴിയുമ്പോൾ നമുക്ക് ഇതിലേക്ക് വാങ്ങിയിടാം കേട്ടോ. അപ്പോൾ ഈ ശർക്കര പാവ നന്നായിട്ട് ഉരുകി വന്നിട്ടുണ്ട് കേട്ടോ. അല്ലേ, ഇങ്ങനെ നീണ്ട് ഇതിങ്ങനെ വലിഞ്ഞു വരുന്നുണ്ട്. ഇതുണ്ടോ, ഈ ഒരു വലിവാകുമ്പോൾ ശർക്കര തീ കുറച്ചിട്ട് കൊടുക്കുക കേട്ടോ. ഇനി ഞാനതിലേക്ക് ഒരു 1.5 ടേബിൾ സ്പൂൺ നെയ്യ് ചേർക്കുന്നുണ്ട് കേട്ടോ. അതൊരു നല്ലൊരു സ്മെല്ല്, നല്ലൊരു ഫ്ലേവറാണ് ആ നെയ്യിന്. ഫുൾ ടേബിൾ സ്പൂണും ഒരു 1/2 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. കായത ഇങ്ങനെ ഒരു നല്ലൊരു ഗോൾഡൻ കളറായിട്ടുണ്ട് കേട്ടോ.
ഇനി അത് കുറച്ചീശ ഇട്ടിട്ട് ഇറക്കി കൊടുക്കുക. രണ്ട് ടേബിൾ സ്പൂണോളം ചുക്കിൻ്റെ പൊടി കേട്ടോ. അത് വെതറിട്ട് കൊടുക്കുക. ചുക്കിൻ്റെ പൗഡർ, ഒരു ടേബിൾ സ്പൂൺ നിറച്ച് ജീരകം, അതുപോലെ ഏലക്കായ മിക്സ് ആക്കിയിട്ട് പൊടിച്ചത് കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്നും കൂടി ഇളക്കി കൊടുക്കുക. അങ്ങനെ ഒരു 1/2 ടീസ്പൂൺ ചുക്കിൻ്റെ പൗഡറും കൂടി ഇട്ട് കൊടുക്കണ്ട കേട്ടോ. നമുക്ക് ആ ഒരു കറക്റ്റ് അപ്പം ഇത് ഓഫ് ചെയ്യാം. ഇതൊന്ന് തണുക്കണ സമയത്ത് നന്നായിട്ട് പിടിച്ചോളും. അപ്പം ഇനി ഇത് അവിടെ ഇരിക്കട്ടെ കേട്ടോ. നമുക്ക് അത് കുറച്ച് കഴിഞ്ഞ് നോക്കിക്കഴിഞ്ഞാൽ ഇതിങ്ങനെ നല്ലതായിട്ട് ഒരു വറ്റി ആ ഒരു ശർക്കരപ്പേരിയുടെ കറക്റ്റ് ഒരു ലുക്കിലേക്ക് എത്തിക്കണ്ടോ. ഇപ്പം അത് ഒന്നും കൂടിയും തണുത്ത് കഴിഞ്ഞപ്പോൾ ആ ഒരു ഡ്രൈ ആയിട്ടുള്ള ഒരു രൂപത്തേക്ക് എത്തി. അത് നമുക്ക് ഇരിക്കുന്തോറാണ് കേട്ടോ ഇതുപോലെ ശർക്കരപ്പേരിയുടെ ആ ഒരു ലെവലിലേക്ക് വരിക. അപ്പോൾ നമ്മൾ ശർക്കരപ്പേരി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പം നമുക്ക് ഓണസദ്യയിൽ വിളമ്പാനുള്ള ശർക്കരപ്പേരി റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതൊന്ന് വീട്ടിലുണ്ടാക്കി നോക്കുക. ഞാനിതിൻ്റെ മുന്നേ പോസ്റ്റ് ചെയ്തിട്ടുള്ള സ്വീറ്റായിട്ടുള്ള ചിപ്സ്, അതുപോലെ വറുത്തുപ്പേരി, പിന്നെ സ്പൈസി ആയിട്ടുള്ള വറുത്തുപ്പേരി, അതിൻ്റെയൊക്കെ വീഡിയോസ് നിങ്ങൾ കാണുക. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ അമർത്താനും മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് വീണ്ടും കാണാം.